ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ് ജൂൺ മന്ത് റീഡിംഗ് ആണ്. എന്തൊക്കെയാണ് മാറ്റങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ടോ, ശുഭവാർത്തകൾ നിങ്ങളിലേക്ക് വരുന്നുണ്ടോ എന്നൊക്കെയുള്ളതാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ 2 പൈലുകൾ വെച്ചിട്ടാണ് റീഡ് ചെയ്യുന്നത്. ഇത് ഫസ്റ്റ് പൈൽ ബ്ലാക്ക് ടെർമലിൻ എന്ന് പറയുന്ന ക്രിസ്റ്റലാണിത്. അതായത് നമ്മുടെ ദൃഷ്ടിദോഷത്തെ മാറ്റാൻ സഹായിക്കുന്ന ഏറ്റവും നല്ലൊരു ക്രിസ്റ്റലാണ് ബ്ലാക്ക് ടെർമലിൻ എന്ന് പറയുന്നത്. ഇത് രണ്ടാമത്തെ പൈലാണ് റോസ് ക്വാർട്സ് എന്ന് പറയുന്ന ക്രിസ്റ്റലാണ്. ഇത് സ്നേഹം അങ്ങോട്ട് കൊടുക്കാനും ഇങ്ങോട്ട് വാങ്ങിക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു ക്രിസ്റ്റലാണ് റോസ് ക്വാർട്സ് എന്ന് പറയുന്നത്. റോസ് കളർ കണ്ടില്ലേ? അപ്പോൾ ഇതാണ് രണ്ടാമത്തേത്. ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ്. അപ്പോൾ നിങ്ങൾക്കിതിൽ ഇഷ്ടമുള്ളത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കാണുമല്ലോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം. എവിടെ ഇരിക്കട്ടെ, ഇത് മാറ്റി വയ്ക്കാം. ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ്. കുറച്ച് ഒറക്കിൾ കാർഡ്സാണ് ഞാനിവിടെ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് 2 പൈലിലും. നമുക്ക് ടാരോ കാർഡ്സ് എടുത്തതിന് ശേഷം അത് റീഡ് ചെയ്യാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപായി ഒരു കാര്യം, നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോവല്ലേ, ഉപേക്ഷ വിചാരിക്കല്ലേ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾക്കിത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ എനിക്ക് ഇതുവരെയും തന്നിട്ടുള്ളതുമായ എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നിങ്ങളിലേക്ക് വരുന്ന മാറ്റങ്ങൾ. 10 ഓഫ് കപ്സ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. Six of Wands. Nine of Cups. എല്ലാം വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡ്സാണല്ലേ വന്നിരിക്കുന്നത്. ഇവിടെ കിങ് ഓഫ് കപ്സ്. Two of Pentacles. Queen of Wands ആണ് ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത്. ഡെക്കിൽ നിന്നും കൂടെ കാർഡ്സ് എടുക്കാവേ. എന്തൊക്കെയാണ് ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്തവരുടെ ലൈഫിലേക്ക് ജൂൺ മാസം വരുന്ന സൗഭാഗ്യങ്ങൾ അല്ലെങ്കിൽ മാറ്റങ്ങൾ, വാർത്തകൾ, ശുഭവാർത്തകൾ എന്തൊക്കെയാണ്? പൊളിറ്റിക്സ്, തണ്ടർബോൾട്ട്, പാസ്റ്റ് ലൈഫ്സ്, റിസപ്റ്റിവിറ്റി, ട്രാൻസ്ഫോർമേഷൻ. നമുക്ക് ഇതൊക്കെയാണ് നിങ്ങൾക്കിവിടെ വന്നിരിക്കുന്നത്.
അപ്പോൾ ഇവിടെ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങൾക്ക് ഫസ്റ്റ് വന്നിരിക്കുന്നത് 10 ഓഫ് കപ്സ് ആണ്. 10 ഓഫ് കപ്സിന് മാച്ചായിട്ട് വന്നിരിക്കുന്നത് പൊളിറ്റിക്സ് ആണ്. എന്താ ഇവിടെ നിങ്ങൾ ഒരുപാട് രാഷ്ട്രീയത്തിലൊക്കെ ഒരുപാട് സംസാരിച്ചിട്ടുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നു. വേണ്ടപ്പോഴേ മുഖംമൂടി അണിഞ്ഞ് സംസാരിക്കുക, അല്ല നല്ല ചെരി വരുത്തിക്കൊണ്ട് സംസാരിക്കുക, നല്ല സന്തോഷത്തോടു കൂടി എല്ലാവരെയും സ്വീകരിക്കാനും എല്ലാവരോട് സംസാരിക്കാനും അതിൽ വിജയം കണ്ടെത്താനും ആ സംസാര രീതി തന്നെ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരുന്നതാണ്, കേൾക്കുന്നവർക്കും സന്തോഷം തരുന്നതാണ് എന്നൊക്കെ ഉള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു മാസ്ക് ധരിച്ചിട്ടാണ് പൊളിറ്റിക്സിൽ സംസാരിക്കണമെങ്കിൽ എന്താണ് കൂടുതൽ എല്ലാം സത്യസന്ധമായിട്ട് സംസാരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഒരു മുഖംമൂടി അണിഞ്ഞിട്ട് വേണം സംസാരിക്കാൻ. കാരണം ഉള്ളിൽ എന്തുണ്ടെങ്കിലും അല്ലെങ്കിൽ യാഥാർത്ഥ്യം എന്തുണ്ടെങ്കിലും യാഥാർത്ഥ്യം എന്താണോ സംഭവിക്കാൻ പോകുന്നത് അതിനെ ഒന്ന് മറച്ചു വെച്ചിട്ട് സന്തോഷം നിങ്ങളിലേക്ക് വരുന്നു എന്ന് വേണം സംസാരിക്കാൻ. അതുപോലെയാണ് നിങ്ങളിൽ പലർക്കും അത്തരത്തിലുള്ള ഒരു സ്വഭാവമുണ്ടെന്ന് കാണുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ നന്നായി സംസാരിക്കുന്ന ആൾക്കാരാണ് എന്ന് തന്നെ കാണുന്നു. ഉള്ളിലെ സങ്കടം മറച്ചു വെച്ചുകൊണ്ട് മുഖത്ത് സന്തോഷം പ്രകടിപ്പിച്ച് പോസിറ്റീവായിട്ട് മറ്റുള്ളവരുടെ മുൻപിൽ അഭിനയിച്ച്, അല്ലെങ്കിൽ അങ്ങനെ തന്നെ നിലനിൽക്കുക. അഭിനയം എന്ന് പറയുമ്പോൾ അതൊരു കള്ളത്തരമല്ല ഞാൻ പറഞ്ഞത്, കള്ളം കാണിക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞത്. അപ്പോൾ അങ്ങനെ തന്നെ മറ്റുള്ളവരുടെ മുൻപിൽ നല്ലത് കാണിക്കാൻ വേണ്ടി, നല്ലത് വരുത്താൻ വേണ്ടിയുള്ള ശ്രമം നിങ്ങൾ ഇവിടെ നടത്തുന്നു എന്നുള്ളതാണ് കാണുന്നത്. അവിടെ നിന്ന് നിങ്ങൾക്ക് 10 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ, 10 ഓഫ് കപ്സ് സന്തോഷകരമായ ഒരു ലൈഫിലേക്ക് പോകാൻ സാധിക്കും ഇത്തരമൊരു സ്വഭാവം തന്നെ. കാരണം എല്ലാവരുടെയും മുൻപിൽ നിങ്ങളുടെ വിഷമം അഭിനയിച്ച് അവരെ കൂടെ നെഗറ്റീവാക്കി വരുത്തുന്ന ഒരു സാഹചര്യം വേണ്ട. അപ്പോൾ നിങ്ങളത് ബുദ്ധിപൂർവ്വം നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കാനും പെരുമാറാനും അറിയാവുന്ന ആൾക്കാരാണ് എന്ന് കാണുന്നു. അല്ലെങ്കിൽ അതുപോലെയൊരു സാഹചര്യം നിങ്ങളിലേക്ക് വരുന്നു. അത്തരത്തിലുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് കാണുന്നു. കാരണം ഇവിടെ 10 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. നിറഞ്ഞ സ്നേഹം പങ്കിടുകയാണ്. അപ്പോൾ ഇവിടെ നിറഞ്ഞ സ്നേഹം കുടുംബപരമായി എന്ന് പറഞ്ഞാൽ കുടുംബസഹിതമാണ്. അപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ്, കുട്ടികൾ ഒക്കെയും ചേർന്നുകൊണ്ട് തന്നെ സന്തോഷം അനുഭവിക്കുന്ന അല്ലെങ്കിൽ സന്തോഷത്തിൽ കഴിയുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നല്ല പ്രതീക്ഷകൾ നിറഞ്ഞ ഒരു ലൈഫിലേക്ക് പോകുന്നതായിട്ട് കാണുന്നു. നിങ്ങൾ ഇവിടെ സോൾ കണക്ഷൻ കാണിക്കുന്നത്, നിങ്ങൾക്ക് ഇവിടെ സോൾമേറ്റ് അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം കണക്ഷൻ ഉള്ള ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ കൂടുതലായിട്ടും കാണുന്നത്. അത്രമാത്രം വളരെ സന്തോഷകരമായ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഉല്ലാസപൂർവ്വം യാത്ര പോകാനും എവിടെയെങ്കിലും ഒന്നിച്ച് പോയി സന്തോഷം അനുഭവിക്കാനും ഒക്കെയുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. പിരിഞ്ഞിരിക്കുന്നവർ കണ്ടുമുട്ടുന്ന എനർജി, ഒന്നിച്ച് ചേർന്ന് സന്തോഷിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ 6 ഓഫ് വാൻഡ്സ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ മെയിൻ 6 ഓഫ് വാൻഡ്സ് പറയുന്നത് എന്താണ്? വാൻഡ്സ് ഓഫ് ഫയർ സൈനാണ്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് എനർജി. ഇവിടെ 10 ഓഫ് കപ്സ്, കപ്പ് പറയുന്നത് എന്താണ്? കപ്പ് വാട്ടർ സൈനാണ്, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജി. ഇവിടെ തണ്ടർബോൾട്ട് ആണ് വന്നിരിക്കുന്നത്. കാരണം ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ, ഇടിമിന്നലേറ്റ് നിങ്ങളുടെ മുഴുവൻ സ്വപ്നങ്ങളെല്ലാം തകർന്നിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് സ്വപ്നങ്ങൾ നിങ്ങൾ കെട്ടിപ്പൊക്കി. അതുപോലെ തന്നെ നല്ല മനോഹരമായ ഒരു കെട്ടിടം, നിങ്ങളൊരു വീട് നിർമ്മിച്ചു വെച്ചു. പക്ഷേ അത് ഇടിമിന്നലേറ്റ് നിലം പരിശായി കിടക്കുന്നു. നിങ്ങളുടെ എല്ലാ സമ്പാദ്യങ്ങളും നഷ്ടപ്പെട്ട ഒരവസ്ഥ, ഒരുപാട് മനസ്സന്തോഷം എല്ലാം നിങ്ങൾക്ക് നഷ്ടപ്പെട്ട അവസ്ഥ. നിങ്ങളതിൽ നിന്ന് എങ്ങനെ കരകയറും എന്ന് ചിന്തിച്ചിരിക്കുന്ന അവസ്ഥ. ജോലി പോയി, അല്ല നിങ്ങളുടെ സാമ്പത്തികമുള്ളത് നശിച്ചു, വാഹനം നഷ്ടപ്പെട്ടു, വീട് നഷ്ടപ്പെടുക, റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ വരിക, ഒരുപാട് പ്രശ്നങ്ങൾ, മറ്റുള്ളവരുമായിട്ടുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുള്ളതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള ഈ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും. ഇവിടെ 6 ഓഫ് വാൻഡ്സ് ആണ് വന്നിരിക്കുന്നത്. വാൻഡ്സ് ഓഫ് ഫയർ സൈനാണ്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് എനർജി. കണ്ടില്ലേ? അപ്പോൾ ഇവിടെ നിങ്ങൾ എന്താഗ്രഹിക്കുന്നോ അത്തരത്തിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. ഇവിടെ ഒരുപാട് കഷ്ടതകൾ നിങ്ങൾ അനുഭവിച്ചു. അവിടെ നിന്ന് നിങ്ങൾക്ക് ദൈവികമായ ഒരു വഴിയിലൂടെ നിങ്ങൾ മുന്നോട്ട് വന്നിരിക്കണം. അതാണ് ഇവിടെ പറയുന്നത്. അത്തരത്തിലുള്ള ഒരു വഴിയിലൂടെ നിങ്ങൾ മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സക്സസ് വരാൻ പോകുന്നു. നിങ്ങൾക്ക് പുതിയ ജോലി കിട്ടിയിരിക്കുന്നു. ആ ജോലിയിലൂടെ അല്ല എങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തികം നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു. പല കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ചതൊക്കെ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു. നല്ല ഒരു സമൃദ്ധി നിറഞ്ഞ ലൈഫിലേക്ക് നിങ്ങൾ പോകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് ജോലിക്ക് വേണ്ടി നിങ്ങൾ ടെസ്റ്റൊക്കെ എഴുതിയിട്ടിരിക്കുകയാവാം ഇപ്പോൾ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത, അതിലൂടെ നിങ്ങൾക്ക് നല്ല ഒരു വിജയം, അതിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകുന്ന എനർജിയാണ്, സന്തോഷകരമായ ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് കാണുന്നു.
ഇവിടെ അടുത്തതായിട്ട് പാസ്റ്റ് ലൈഫ്സ് ആണ്. 9 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. 9 ഓഫ് കപ്സ് എന്താണ് പറയുന്നത്? കപ്പ്, വാട്ടർ സൈൻ, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജി, സഫലതയാണ്. ഇവിടെ ചിലരുടെയൊക്കെ വിവാഹം നടക്കാനുള്ള സാധ്യത, അല്ല എങ്കിൽ മെറ്റീരിയലിസ്റ്റിക് സാധനങ്ങൾ എന്തെങ്കിലും, അത്തരം തിങ്സ് എന്തെങ്കിലും വാങ്ങിക്കാനുള്ള ഒരു സാധ്യത വന്നിരിക്കുന്നു. അതിലൂടെ സന്തോഷം അനുഭവിക്കാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത്. ഇവിടെ പോയ ജന്മത്തിൽ ഒരുപാട് പേരുടെ കഴിഞ്ഞ സമയങ്ങളെക്കുറിച്ച് ആലോചിച്ച് വിഷമിച്ചിരിക്കുന്ന ഒരു എനർജി ഇവിടെ ഉണ്ടാവാം. പാസ്റ്റ് ലൈഫ്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ പാസ്റ്റ് ലൈഫ്സിൽ ഒരുപാട് ദുഃഖങ്ങളുണ്ടാവാം. അവിടെ നിന്ന് നിങ്ങൾ സന്തോഷകരമായ അവസ്ഥയിലേക്ക് വരികയാണ്. ഇവിടെ സഫലത അനുഭവിക്കാൻ പോകുന്നു. കാരണം ഇവിടെ പാസ്റ്റ് ലൈഫ്സിൽ ഒരുപാട് വിവാഹം നടക്കാതിരിക്കുക, അല്ല എങ്കിൽ പങ്കാളികളിൽ നിന്നും പിരിഞ്ഞു പോയവർ, അല്ല എങ്കിൽ അത്തരത്തിലുള്ള ആ പങ്കാളികളെ തന്നെ ലഭിക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നവർ, അത്തരത്തിലുള്ള ആഗ്രഹം ഒരുപാടുള്ള അവരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അവിടെ നിന്നും നിങ്ങൾക്ക് 9 ഓഫ് കപ്സിൻ്റെ എനർജിയിലേക്ക് മാറാൻ കഴിയുന്നു. ഇവിടെ സഫലത അനുഭവിക്കാൻ സാധിക്കുന്നു. ഗോൾഡ് ഓർണമെൻറ്റ്സ് വാങ്ങിക്കുക, അത്തരം നല്ല എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഗോൾഡ് ഓർണമെൻറ്റ്സ് മാത്രമല്ല, നിങ്ങൾക്ക് വീട്, വാഹനം ഒക്കെയും വാങ്ങിക്കാനുള്ള എനർജി ഇവിടെ ഉണ്ട്. ഫുള്ളി സന്തോഷം അനുഭവിക്കാൻ, നല്ല നിറഞ്ഞ സന്തോഷത്തിലേക്ക് വരുന്ന എനർജിയാണ് ഇവിടെയും കാണുന്നത്. അതുപോലെ റിസപ്റ്റിവിറ്റിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ കിങ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. കിങ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ കപ്പ് വാട്ടർ സൈനാണ്. ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജി. ഇവിടെ കിങ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ ആരോ നിങ്ങൾക്ക് വേണ്ടി, ആരോ നഷ്ടപ്പെട്ടതിന് വേണ്ടിയുള്ള മാനിഫെസ്റ്റേഷനാണ്. നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ചുറ്റിനും ഒരുപാട് പ്രതിസന്ധികൾ കണ്ടില്ലേ? അവിടെ ഏകാഗ്രമായ ചിത്തത്തോടു കൂടി, അതായത് വളരെയധികം കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരേ ഒരു ലക്ഷ്യത്തിന് വേണ്ടി മാത്രം ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എനർജിയാണ് കാണുന്നത്. അപ്പോൾ ഒരേ ഒരു ലക്ഷ്യത്തിന് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ കണ്ടില്ലേ? ഇവിടെ കിരീടം വെച്ചിരിക്കുകയാണ്. കാരണം എനിക്ക് വിജയിയാവണം, ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എനിക്ക് സാധിക്കണം എന്നുള്ള ചിന്തയോടുകൂടി മാത്രം ഇവിടെ ഒന്നിൽ മാത്രം ഫോക്കസ് ചെയ്തിരിക്കുകയാണ് ഇവിടെ നിങ്ങളിൽ പലരും. അപ്പോൾ നിങ്ങളിലുള്ള എനർജിയാണ് ഇത് കാണുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു എനർജിയിൽ നിങ്ങൾക്ക് റിസപ്റ്റിവിറ്റി വരുന്നുണ്ട്. നിങ്ങൾക്ക് സ്വീകരിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് വരുന്നത് എന്താണോ അത് നിങ്ങൾ സ്വീകരിക്കാൻ സന്നദ്ധരായിട്ടിരിക്കുന്നു. കാരണം നിങ്ങൾ നല്ലതിന് വേണ്ടിയാണ് ഇവിടെ ശ്രമിക്കുന്നത് എന്ന് കാണുന്നു. നഷ്ടപ്പെട്ട ഒന്നിനു വേണ്ടി നിങ്ങൾ തയ്യാറെടുത്തിരിക്കുകയാണ്, അത് സ്വീകരിക്കാൻ വേണ്ടി, അത് ലഭിക്കാൻ വേണ്ടി. പിരിഞ്ഞുപോയ പങ്കാളികൾക്ക് വേണ്ടി ഉള്ള കാത്തിരിപ്പാവാം, അല്ല എങ്കിൽ ഏതെങ്കിലും പുതിയ ചില കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഹൃദയപരമായ ഇമോഷൻസാണ്. ഹൃദയത്തിൽ നിന്നുള്ള ഒരുപാട് വേദനകൾ അനുഭവിച്ച് അതിൽ നിന്നും നിങ്ങൾ ഒരു പാഠം ഒക്കെ പഠിച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് വരികയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പോൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത്തരത്തിലുള്ള ഒരു വഴിയിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. പ്രതിസന്ധികൾ ഉണ്ടെങ്കിൽ കൂടി നിങ്ങളത് നേടിയെടുക്കാൻ സന്നദ്ധരായിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ട്രാൻസ്ഫോർമേഷനാണ്. 2 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. സാമ്പത്തികമായ ജഗ്ലിംഗ് ആണ് ഇവിടെ. സാമ്പത്തികപരമായ ജഗ്ലിംഗ് എന്ന് പറയുമ്പോൾ ഇവിടെ അതിലൂടെ ഉള്ള വിഷമകരമായ ചില അവസ്ഥകളുണ്ടാകും. സാമ്പത്തികത്തിന് എല്ലാവർക്കും സാമ്പത്തികം ബുദ്ധിമുട്ടിലായിരിക്കും. മിക്കവാറും എല്ലാവർക്കും സാമ്പത്തികം എത്ര കിട്ടിയാലും അതിനൊന്നും ഒരു മതിയാവുകയില്ല. വീണ്ടും ലഭിക്കണം എന്നുള്ള ചിന്തകൾ മാത്രമാണ്. പല ചിന്തകളാണ്. അത് വാങ്ങിക്കണം, ഇത് വാങ്ങിക്കണം, അപ്പോൾ എത്രമാത്രം ഉണ്ടെങ്കിലും മതിയാവില്ല എന്നുള്ള ചിന്തയിലൂടെ കഴിയുന്നവരുടെ എനർജിയാണ് ഇവിടെ. അതിന് നല്ലൊരു ട്രാൻസ്ഫോർമേഷനാണ് വരുന്നത്. നല്ലൊരു മാറ്റം നിങ്ങൾക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ ഈ സാമ്പത്തികമായ ബാധ്യതയ്ക്ക് ഒരു ചേഞ്ച് വരാൻ പോകുന്നു, നല്ലൊരു മാറ്റം വരാൻ പോകുന്നു. കാരണം നിങ്ങൾക്കത് നിമിത്തം നല്ല ഡ്രസ്സ് വാങ്ങിക്കാനോ, അല്ലെങ്കിൽ നന്നായി ഒരുങ്ങി നടക്കാനോ, അല്ലെങ്കിൽ നല്ല സാധനങ്ങൾ വാങ്ങിക്കാനോ, മറ്റുള്ള കാര്യങ്ങൾ വാങ്ങിക്കാനോ, ഭൗതികപരമായ സന്തോഷം അനുഭവിക്കാനോ ഒന്നും സാധിക്കുന്നില്ല. എല്ലാത്തിനും വേണ്ടത് എന്താണ്? മണിയാണ് വേണ്ടത്, മണി എനർജിയാണ് വേണ്ടത്. അപ്പോൾ മണി കയ്യിലുണ്ടെങ്കിൽ മാത്രമേ, സാമ്പത്തിക ഫിനാൻസ് കയ്യിലുണ്ടെങ്കിൽ മാത്രമേ ഇതിലൊക്കെ നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കാൻ കഴിയൂ. അല്ല എങ്കിൽ ഒരു ജീവിതത്തിന് തന്നെ ഒരു മാറ്റം വരുത്താൻ സാധിക്കൂ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ചിന്തയിലൂടെ നിങ്ങൾക്ക് ഇവിടെ നേടിയെടുക്കാൻ സാധിക്കുന്നു. ഒരു രൂപമാറ്റം വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ആ ഒരു വിഷമകരമായ അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് നല്ല ഒരു മാറ്റം വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇനി ഇതൊക്കെയാണ് ഫസ്റ്റ് പേയിൽ സെലക്ട് ചെയ്തവരുടെ. നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ ബ്ലാക്ക് ടർമലിൻ എന്ന് പറയുന്നതാണ്. ഇപ്പോൾ നിങ്ങളുടെ ദൃഷ്ടിദോഷമൊക്കെ മാറിയോ എന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് അതിന് വേണ്ടത് എന്ന് നോക്കാം.
ഇവിടെ ദ വെയിറ്റിംഗ് ഗെയിമാണ്, കണ്ടല്ലേ. ഇവിടെ ഞാൻ ഒറക്കിൾ കാർഡ്സാണിത് എടുത്തിരിക്കുന്നത്. ദ വെയിറ്റിംഗ് ഗെയിമാണ്. നിങ്ങൾ ചില കാര്യങ്ങൾക്ക് വേണ്ടി ഇവിടെ രൂപമാറ്റം സംഭവിക്കുന്നെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇവിടെ അതിനു വേണ്ടി നിങ്ങളിവിടെ 2 മാസമെങ്കിലും കാത്തിരിക്കേണ്ടതായി വരുന്നു. അല്ലെങ്കിൽ 2 ആഴ്ചകൾക്കകം നിങ്ങൾക്ക് പല തരത്തിലുള്ള വ്യത്യാസവും വരാൻ പോകുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ വെയിറ്റിംഗ് ഗെയിമാണ്. നിങ്ങളിവിടെ വെയിറ്റ് ചെയ്തേ പറ്റൂ. കുറച്ചുകൂടി ഇത് നിങ്ങളുടെ വെയിറ്റിംഗ് തുടങ്ങിയിട്ടുള്ളതേ ആവും. ചിലപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി മുൻപേ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഇത് അവസാനിച്ച് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈ രൂപമാറ്റം ഇവിടെ സംഭവിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളിൽ വ്യത്യാസം വരും, അല്ലെങ്കിൽ നല്ല ഒരു ചേഞ്ച് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അടുത്തത് ഫെർട്ടിലിറ്റിയാണ്. ഇന്ന് സഫറിങ് ഇൻ സൈലൻസ്, സ്പിരിച്വൽ സ്ട്രെങ്ത് നിങ്ങളിലേക്ക് വർദ്ധിച്ചു വരുന്നുണ്ട്. പലരും ഇവിടെ സഫറിങ് ഇൻ സൈലൻസ് ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തണ്ടർ ബോൾട്ട് വന്നിട്ടുണ്ടല്ലോ, കണ്ടില്ലേ. ഈ തണ്ടർ ബോൾട്ടിൻ്റെ അനുഭവം എന്താണ്? അത് വന്നു കഴിഞ്ഞാൽ ചിലരൊക്കെ ഇതിൽ നിന്നും രക്ഷപ്പെടുമോ, ഞാൻ ഒറ്റയ്ക്കായി പോയില്ലേ, മറ്റുള്ളവരെന്നെ ഒറ്റയ്ക്കാക്കിയില്ലേ, എന്നെ ഒറ്റപ്പെടുത്തിയില്ലേ, എനിക്കാരുമില്ല ഒരു സഹായത്തിന്, എന്നെ നോക്കാനും കാണാനും എനിക്ക് സന്തോഷം തരാനും ആരുമില്ല എന്നൊക്കെ കരുതി സൈലൻസിനോട് സഫർ ചെയ്യുന്ന ഒരവസ്ഥയിലാണ് പലരും എന്ന് കാണുന്നു. ഇല്ല എങ്കിൽ തന്നെ മറ്റുള്ള ആൾക്കാരുടെ സ്വഭാവം മനസ്സിലാക്കിയിട്ട് ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ തന്നെ സ്പിരിച്വലി കണക്ഷൻ കൂടി നിങ്ങൾക്ക് വന്നു ചേരും. ഇവിടെ സഫറിങ് ഇൻ സൈലൻസിനോട് സഫർ ചെയ്യുകയാണ് പലരും എന്ന് കാണുന്നു. ഒറ്റയ്ക്കുള്ള ഇരിപ്പ്, ഒറ്റയ്ക്കുള്ള ചിന്തകൾ ഒക്കെയും ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നവരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ സ്പിരിച്വൽ സ്ട്രെങ്ത് കണ്ടില്ലേ. ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ എന്താണ് കൂടുതലും വരുന്നത്? എന്താണ്? നിങ്ങൾ പല ആൾക്കാരെയും മനസ്സിലാക്കി കഴിഞ്ഞില്ലേ. അവരുടെ ചിന്തകളെ ഉപേക്ഷിച്ച് ദൈവപരമായ ചിന്തകളിലേക്ക് നീങ്ങാനുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു ധൈര്യം നിങ്ങളിവിടെ സംഭരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. തീർച്ചയായിട്ടും ഈ ഇത്തരത്തിലുള്ള സ്പിരിച്വൽ സ്ട്രെങ്ത് വർദ്ധിക്കുമ്പോൾ, ആത്മീയപരമായ സ്ട്രെങ്ത് നിങ്ങളിലേക്ക് വർദ്ധിച്ചു വരുമ്പോൾ എന്താണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്? ഇവിടെ സോളാർ പ്ലക്സസ് ചക്രയുടെ ആക്ടിവേഷൻ. ഇവിടെ പലരും ഒറ്റയ്ക്ക് ഇരുന്ന് ആലോചിക്കുകയാവാം, സ്പിരിച്വലി കണക്റ്റ് ആവാനുള്ള ശ്രമം നടത്തുകയാവാം, അല്ലെങ്കിൽ സ്പിരിച്വൽ വേയിലൂടെ പോകാൻ ശ്രമിക്കുകയാവാം, സ്പിരിച്വൽ വർക്ക് ചെയ്യുകയും ആവാം. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്കിവിടെ സോളാർ പ്ലക്സസ് ചക്രയുടെ ആക്ടിവേഷൻ നടക്കുന്നുണ്ട്. സോളാർ പ്ലക്സസ് ചക്ര എന്ന് പറയുമ്പോൾ ഇവിടെ 7 ചക്രാസിൽ 3ാമതായി വരുന്ന ചക്രയാണ് സോളാർ പ്ലക്സസ് ചക്ര. മഞ്ഞ നിറത്തിലുള്ളതാണ്. അപ്പോൾ ഈ ചക്രയുടെ ആക്ടിവേഷൻ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും വർദ്ധിച്ചു വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ അതുപോലെ തന്നെ സ്പിരിച്വൽ സ്ട്രെങ്ത് നിങ്ങൾക്ക് വർദ്ധിച്ചു വരുന്നു. ഈ 2 കാർഡ്സും തമ്മിൽ കണക്റ്റഡ് ആണ്, കണ്ടില്ലേ. ഇവിടെ ഈ ചക്രയുടെ ആക്ടിവേഷൻ വരുന്നത് എപ്പോഴാണ്? സ്പിരിച്വലി സ്ട്രെങ്ത് വർദ്ധിക്കുമ്പോഴാണ്. സ്പിരിച്വൽ സ്ട്രെങ്ത് വർദ്ധിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങൾ സൈലൻസിനോട് സഫർ ചെയ്യുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ വഴി മാറുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിവിടെ പലർക്കും സ്പിരിച്വലി സ്ട്രെങ്ത് വർദ്ധിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ വരുമ്പോൾ തന്നെ നിങ്ങൾ ഒരുപാട് വിഷമിച്ചിരിക്കുന്ന അവസ്ഥകൾ, ഒരുപാട് ശ്വാസം മുട്ടിക്കഴിഞ്ഞിരിക്കുന്ന ചില അവസ്ഥകളുണ്ടാവാം. അതിൽ നിന്നും നിങ്ങൾ പുറത്തേക്ക് വരാൻ പോകുന്നു. കണ്ടില്ല, ഒരുപാട് വിഷമകരമായ അവസ്ഥ. ജോലിക്ക് വേണ്ടി ശ്രമിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ സാമ്പത്തികത്തിന് വേണ്ടി നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി, പല വിധത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളിപ്പോൾ ശ്വാസം മുട്ടിക്കഴിയുന്ന ഒരു അവസ്ഥയാവാം. ആ ശ്വാസം മുട്ടലിൻ്റെ പുറന്തോട് പൊട്ടിച്ച് നിങ്ങൾ വെളിയിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ്, നിങ്ങളൊരു നല്ല ലൈഫിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. 3 എന്നുള്ള നമ്പർ നിങ്ങൾക്ക് പലർക്കും ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് കാണുന്നു. ഇവിടെ അല്ല എങ്കിൽ ഇനി വേറെ ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അച്ഛനാവാനും അമ്മയാവാനും ഒക്കെ ഭാഗ്യമുള്ളവർക്ക് അതിനുള്ള ഒരു സാധ്യത, അതിനുള്ള ഒരു സമയം അടുത്തിരിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ഇനി നിങ്ങളിവിടെ ചിലപ്പോൾ ഫൊർഗിവ്നെസ് നിങ്ങൾക്ക് അത്യാവശ്യമാണ് എന്ന് കാണുന്നു. ഫൊർഗിവ്നെസ്, ഫോക്കസ്, ന്യൂ ബിഗിനിങ്സ്. കണ്ടില്ലേ, ഫൊർഗിവ്നെസ് പറയേണ്ടത് എപ്പോഴാണ്? നിങ്ങൾക്ക് ഒരുപാട് ദുരനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, അതിലൂടെ രക്ഷപ്പെടാൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ, നിങ്ങൾ നല്ല വഴിയിലൂടെ വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു കാര്യമാണ് ഫൊർഗിവ്നെസ്, മാപ്പപേക്ഷ. യൂണിവേഴ്സിനോട് മാപ്പപേക്ഷ നടത്തുക എന്നുള്ളത്. ഈ ഒരു പ്രവൃത്തിയിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോയാൽ വളരെ 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 നല്ല വിജയമാണ് ലഭിക്കാൻ പോകുന്നത്. മനഃശാന്തിയും സന്തോഷവും ഒക്കെ ലഭിക്കുന്ന ഒരു അനുഭവമാണ് ഫൊർഗിവ്നെസ്സിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നത്. ഫൊർഗിവ്നെസ് എന്ന് പറയുമ്പോൾ യൂണിവേഴ്സിനോട് ഫൊർഗിവ്നെസ് പറയണം. ഏത് വസ്തുവിനോടും നിങ്ങൾക്ക് ഫൊർഗിവ്നെസ് പറയാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പാർട്ട്ണറോട് പറയാം,
അവരെ മനസ്സിൽ കണ്ടുകൊണ്ട്, നേരിട്ട് പറയുകയില്ല, അവരെ മനസ്സിൽ കണ്ടുകൊണ്ട് പറയാം, ദൈവത്തോട് പറയാം, യൂണിവേഴ്സിനോട്, പ്രപഞ്ചത്തോട്. എന്താണ് പറയേണ്ടത്? ഐ ആം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഐ ആം സോറി, എന്നോട് ക്ഷമിക്കൂ, പ്ലീസ് ഫോർഗിവ് മീ, ദയവായി എനിക്ക് മാപ്പ് തരൂ, താങ്ക് യു, എനിക്ക് മാപ്പ് തന്നതിന് നിങ്ങൾക്ക് നന്ദി, ഐ ലവ് യു, ഞാൻ നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയേണ്ടത്. സാമ്പത്തികപരമായ പ്രശ്നങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് നല്ല രൂപയൊക്കെ എടുത്തിട്ട്, പൈസ അല്ല നോട്ടെടുത്തിട്ട്, 500 നോട്ടെടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് വേണമെങ്കിലും ഇതുപോലെ തന്നെ പറയാവുന്നതാണ്. നിങ്ങൾ ഒരുപാട് മിസ്യൂസ് ചെയ്തിട്ടുണ്ടാകും പൈസയെ. അപ്പോൾ അത് നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയും നിങ്ങൾക്ക് ഇത് പറയാവുന്നതാണ്, ഈ ഫൊർഗീവ്നെസ് പറയാവുന്നതാണ്. ഇതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടുന്ന ഒരവസ്ഥ വന്നു ചേരും. മനസ്സിലായില്ലേ? വളരെ ഫീൽ ചെയ്ത് വേണം പറയാൻ, ഹൃദയം കൊണ്ട് ഫീൽ ചെയ്യണം, കണ്ണിൽ കണ്ണുനീര് പൊടിയണം, അങ്ങനെ വേണം പറയാൻ. ദിവസവും 3 നേരവും ഇത് പറഞ്ഞാൽ വളരെയധികം സമാധാനവും സന്തോഷവും നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായി കാണുന്നു. അതുപോലെ ഫോക്കസ്, നിങ്ങളിവിടെ ഏത് കാര്യത്തിനെ ഫോക്കസ് ചെയ്തിരിക്കുന്നു അത് നിങ്ങളിലേക്ക് വന്നു ചേരും. അതിനുവേണ്ടി നിങ്ങൾ പ്രയത്നിക്കുക. നിങ്ങളിപ്പോൾ ജോലിയാണോ ഫോക്കസ് ചെയ്തിരിക്കുന്നത്, അതിനായിട്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക. തീർച്ചയായിട്ടും അത് നിങ്ങളിലേക്ക് വന്നു ചേരും. ആ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം നിങ്ങൾ പരിശ്രമിക്കുക. അപ്പോൾ അത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ് എന്ന് കാണുന്നു. ഇവിടെ നിങ്ങൾക്ക് ന്യൂ ബിഗിനിങ്സ് ആണ് വരാൻ പോകുന്നത്. കണ്ടില്ലേ? പുതിയ ചില തുടക്കങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വന്നു ചേരാൻ പോകുന്നു. നിങ്ങൾക്ക് 1 എന്നുള്ള നമ്പർ ഇമ്പോർട്ടൻ്റ് ആണെന്ന് കാണുന്നു. അല്ലെങ്കിൽ നിങ്ങളിവിടെ 00, 11, 000, 111 ഒക്കെ നിങ്ങൾ കാണുന്നവരായിരിക്കാം. അങ്ങനെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്റ്റാർട്ടിങ് വരാൻ പോകുന്നുണ്ട്, ഒരു തുടക്കം വരാൻ പോകുന്നുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഫസ്റ്റ് പൈൽ. കണ്ടില്ലേ? ഇപ്പോൾ നിങ്ങൾക്ക് ദൃഷ്ടിദോഷം ഇപ്പോൾ തന്നെ നിങ്ങളുടേത് പകുതിയും മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇതിനു വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ദോഷങ്ങൾ മാറി ജീവിതം സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്തിരുന്നവരുടെ റീഡിങ്. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യാനും ഉപേക്ഷ വിചാരിക്കല്ലേ, മടി വിചാരിക്കല്ലേ. ഇനി രണ്ടാമത്തെ പൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം നമുക്ക്. രണ്ടാമത്തെ പേര് സെലക്ട് ചെയ്തിരുന്നത് റോസ് കോട്ട്സ് ആണ്. നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന മാറ്റങ്ങൾ എന്ന് കാണാം. കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. ദ ഹൈ പ്രീസ്റ്റസിന് പേജ് ഓഫ് സോർഡ്സ്, Six of Pentacles, Four of Wands, ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് 5 ഓഫ് സോർഡ്സ് ആണ്. പലർക്കും നെഗറ്റീവായ ചില സാഹചര്യങ്ങൾ ഉണ്ട് എന്ന് കാണുന്നു. The burden, the creator, moment to moment, സക്സസ്. ബോട്ടം ഓഫ് ദി ഡെക്ക് ഇന്നർ വോയിസ് ആണ്.
പലരും ഉൾവിളികളെ അനുസരിച്ച് മുന്നോട്ട് പോകുന്നു. പലർക്കും ഉൾവിളികൾ ഉണ്ടാകുന്നുണ്ട്. കാരണം ഉൾവിളികൾ ഉണ്ടാകുന്നത് എപ്പോഴാണ്? ഹൈ പ്രീസ്റ്റസ് എനർജി വന്നിരിക്കുന്നത് കണ്ടില്ലേ? ഇവിടെ അങ്ങനെ വരുമ്പോഴാണ് ഉൾവിളികൾ ഉണ്ടാകുന്ന കാര്യം. സ്പിരിച്വലി കണക്റ്റ് ആവുന്നു, ഇവിടെ മെഡിറ്റേഷനൊക്കെ ചെയ്യുമ്പോൾ മാത്രമാണ് ഉൾവിളികൾ ഉണ്ടാകുന്നത്. അല്ലാതെ ഇരിക്കുന്നവർക്ക് ജെനുവിനായിട്ടും നിങ്ങൾക്ക് ഉൾവിളികൾ ഉണ്ടാവാം. തീർച്ചയായിട്ടും നിങ്ങൾ മെഡിറ്റേഷൻ അഥവാ ഇനി ആരും ചെയ്യുന്നില്ല, ഈശ്വരീയമായ കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നുണ്ട്, സ്പിരിച്വൽ വേയിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ്, സ്പിരിച്വൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് എങ്കിൽ കൂടെയും പിന്നെ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ കുറച്ച് കൂടുതലായിട്ടും ഉൾവിളികൾ ഉണ്ടാവും. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ നിങ്ങൾക്കിവിടെ ഉൾവിളികൾ ഉണ്ടാകുന്നു, ഇന്നർ വോയിസ് കേൾക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഹൈ പ്രീസ്റ്റസ് എനർജി വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഇവിടെ നമുക്ക് ഫസ്റ്റായിട്ട് വന്നിരിക്കുന്നത് ഇവിടെ കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് ഫസ്റ്റിൽ വന്നത്. ഇത് ബർഡൻ ആണ് വന്നിരിക്കുന്നത്. ഇവിടെ ബർഡൻ എന്ന് പറയുമ്പോൾ എന്താണ്? നിങ്ങൾക്ക് ഇതുവരെ ഒരുപാട് ഭാരം നിങ്ങൾ താങ്ങിയിട്ടുണ്ട്, ഒരുപാട് ഭാരം സഹിച്ച് തളർന്നിരിക്കുന്ന ഒരവസ്ഥയാവാം. എങ്ങനെയെങ്കിലും ഇതൊന്ന് താഴെ വെച്ചിട്ടൊന്ന് വിശ്രമിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഇരിക്കുന്നവരാകാം. അല്ലെങ്കിൽ ചിലപ്പോൾ ചില ജോലിയിലൊക്കെ പ്രൈവറ്റായിട്ട് എന്തെങ്കിലും ജോലി അല്ലെങ്കിൽ ഗവൺമെൻറ് ജോലി ആയാലും ഒരുപാട് ഭാരം, അവിടെ വിശ്രമമില്ലാതെ ജോലി ചെയ്യുക. ആ ഒരു ജോലിയിൽ നിന്ന് അതിനൊന്ന് തീർത്തിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് റിട്ടയർമെൻ്റ് ആയിട്ട് വേണം എനിക്കൊന്ന് വിശ്രമിക്കാൻ എന്ന് ചിന്തിക്കുന്നവരുടെ എനർജി. അങ്ങനെ വരുമ്പോൾ ആ സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അത്ര നാളും കഷ്ടപ്പെട്ട സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്നില്ലേ? അപ്പോൾ ഇവിടെ അങ്ങനെ സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തികൾ നിങ്ങളിലേക്ക്, സ്നേഹമുള്ള നിഷ്കളങ്കരായ ആൾക്കാർ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അത്രമാത്രം ഒരു നിഷ്കളങ്കത നിങ്ങളിലേക്കും വ്യാപിക്കുന്നുണ്ട്. പുതിയ ഒരു ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇവിടെ നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഇത്ര സന്തോഷകരമായ ഒരു ലൈഫിലേക്ക് ഈ ഒരു ബർഡൻ ഇവിടെ താഴെ വെച്ചിട്ട്, ഈ ഒരു ഭാരച്ചുമട്, വല്ലാത്തൊരു ചുമട് താങ്ങിയിരുന്നു നിങ്ങൾ ഇതുവരെ. അപ്പോൾ ഈ ഒരു ചുമട് താഴെ വെച്ചിട്ട് നിങ്ങൾ വീണ്ടും ഒരു ചുമട് ഏറ്റെടുക്കാൻ പോവുകയാണ്. ആ ഒരു ചുമടെന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടെ ഭാരം കുറഞ്ഞതാണ്, കുറച്ചുകൂടി ലഘുവായിട്ടുള്ളതാണ്. ഇത് വളരെ വലിയൊരു ഭാരമായിരുന്നു ഇതുവരെയും താങ്ങിയിരുന്നു. പക്ഷേ അതിനെ ഇവിടെ നിങ്ങൾ ഓവർകം ചെയ്യുകയാണ്. ആ ഒരു വിഷമത്തെ, ആ ഒരു ദുഃഖത്തെ നിങ്ങൾ ഓവർകം ചെയ്ത് വളരെ ഹാപ്പിയായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. പെൻറ്റക്കിൾ എർത്ത് സൈനാണ് ടോറസ്, വർഗ, ക്യാപ്രിക്കോൺ എനർജി. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് സാമ്പത്തികം നിങ്ങൾക്ക് വരാൻ പോകുന്ന ഒരു എനർജി ഉണ്ട് ഇവിടെ. അടുത്തത് ഹൈ പ്രീസ്റ്റസ് ആണ് വന്നിരിക്കുന്നത്, ക്രിയേറ്റർ. കണ്ടില്ലേ? ഇവിടെ ദൈവികമായ ഒരുപാട് കഴിവുകളുള്ള ആൾക്കാരാണ് നിങ്ങളെന്ന് കാണും. നിങ്ങളുടെ തേർഡ് ഐ ചക്ര ഇപ്പോൾ ആക്റ്റീവ് ആകുന്നുണ്ടാവാം. ഇവിടെ കണ്ടില്ലേ ക്രിയേറ്റർ, ഇവിടെ സൈക്കിൾ ചക്രയുടെ ആക്ടിവേഷൻ കാണുന്നുണ്ട്, അതുപോലെ സോളാർ പ്ലക്സസ് ചക്രയുടെ ആക്ടിവേഷൻ കാണുന്നുണ്ട്. നിങ്ങളൊരു ക്രിയേറ്ററാണ്. എന്തും നിങ്ങൾക്ക് ഇതുപോലെ ഒരു സ്പിരിച്വൽ കണക്ഷനുള്ള വ്യക്തികൾക്ക്, അല്ലെങ്കിൽ ആത്മീയപരമായി ഒരുപാട് മുന്നോട്ട് പോയിട്ടുള്ളവർക്ക് എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് ഒരുപാടുണ്ടാവും. അപ്പോൾ ഈ ഒരു അറിവ് വരുന്നത് തന്നെ എന്താണ്? പല കാര്യങ്ങളും സ്വയം നിർമ്മിച്ചെടുക്കാനും, സ്വയം പറഞ്ഞ് മറ്റുള്ളവരോട് ഫലിപ്പിക്കാനും, സ്വയമായ ഒരു അനുഗ്രഹം ഉണ്ടാക്കിയെടുക്കാനും, സ്വയമായ ഉൾവിളികളെ സ്വീകരിക്കാനും ഒക്കെ സാധിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു എനർജി വളരെ വളരെ ഹാപ്പിനെസ് തരുന്നതാണ് എന്ന് കാണുന്നു. പേജ് ഓഫ് സോഡ്സ് ആണ് വന്നിരിക്കുന്നത്, മൊമെൻറ്റ് ടു മൊമെൻറ്റ്. കണ്ടില്ലേ? ഇവിടെ പേജ് ഓഫ് സോഡ്സ് ചിലപ്പോൾ ചില വ്യക്തികളൊക്കെ നിങ്ങളിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ചിലപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ സെർച്ച് ചെയ്ത് എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി പഠിക്കുന്നവരാവാം. ഓൺലൈൻ വഴിയുള്ള ബിസിനസ്, അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റ് ചില ബിസിനസ് കാര്യങ്ങൾക്ക് വേണ്ടി പുതിയതായിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവാം. ചില ബന്ധങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവാം. എവിടെയായാലും നിങ്ങൾ ഇപ്പോൾ വളരെയധികം കഷ്ടപ്പെട്ട് സെർച്ച് ചെയ്ത് പഠിക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ മറ്റൊരാളിനെ വീക്ഷിക്കുന്ന ഒരവസ്ഥ, മറ്റൊരാളിനെ ശ്രദ്ധിക്കുക. നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ് രണ്ടുപേരും എങ്കിൽ അവരെ നിങ്ങൾ സ്പൈ വർക്ക് ചെയ്യാം. കാരണം അവർ നിങ്ങളിൽ നിന്നും ബ്രേക്കപ്പായി, അല്ലെങ്കിൽ നിങ്ങൾ എല്ലാം ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവാം. നിങ്ങളുടെ വാട്സപ്പ്, മറ്റ് സോഷ്യൽ മീഡിയാസ് എല്ലാം ഇവിടെയെല്ലാം ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടായിരിക്കും അവർ മാറിയത്. പക്ഷേ അവരെ നിങ്ങൾ എപ്പോഴും വാച്ച് ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ആരോ സ്പൈ വർക്ക് ചെയ്യുന്ന എനർജിയും ഇവിടെ വരാം. അപ്പോൾ അതുപോലെ തന്നെ സീക്രട്ടായിട്ട് നിങ്ങൾ പഠിക്കുന്ന എനർജിയും ഇവിടെ വന്നിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങളിൽ സെർച്ച് ചെയ്ത് അന്വേഷണം നടത്തി പഠിക്കുന്ന എനർജിയും ഇവിടെ വന്നിട്ടുണ്ട്. മൊമെൻറ്റ് ടു മൊമെൻറ്റ്, ഓരോ നിമിഷവും അങ്ങനെയാണ് ഇവിടെ ചെയ്യുന്നത് എന്ന് കാണുന്നു. ഓരോ നിമിഷവും നിങ്ങൾ അനുനിമിഷം നിങ്ങൾ അങ്ങനെ ഒരു ശ്രദ്ധയിലാണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്.
ഈ നിമിഷം ഒന്ന് പഠിച്ചു, അല്ലെങ്കിൽ ഈ നിമിഷം ഒരു ഒന്ന് നോക്കി, അല്ലെങ്കിൽ അടുത്ത നിമിഷം മറ്റൊന്ന് നോക്കി, അല്ലെങ്കിൽ അടുത്ത നിമിഷം മറ്റൊന്ന് പഠിച്ചു. അങ്ങനെ നിമിഷം തോറും നിങ്ങൾ ഓരോന്നും ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് മറ്റാരും അറിയുകയും അരുത് എന്നുള്ള ചിന്തയോടുകൂടിയാണ്. കണ്ടില്ലേ? അപ്പോൾ അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലാണ് നിങ്ങളിൽ പലരും എന്ന് കാണുന്നു. ഇവിടെ 6 ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. ന്യൂ വിഷനാണ്. കണ്ടല്ലേ? 6 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് സാമ്പത്തികപരമായ കാര്യങ്ങൾക്കൊരു മാറ്റം വരികയാണ്. കൊടുക്കാനും വാങ്ങിക്കാനും ബാലൻസ് ചെയ്ത് പോകാനുള്ള ഒരു കഴിവ്. ചിലപ്പോൾ നിങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവാം. സാമ്പത്തികപരമായ കാര്യങ്ങൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടാവാം. ഏത് കാര്യത്തിനും ചിലപ്പോൾ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിലൂടെ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കാത്ത ഒരവസ്ഥയും ആവാം. പക്ഷേ നിങ്ങളുടെ ഒരു അനുഗ്രഹം കൊണ്ട്, ഒരു ദൈവാനുഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് അവിടെ നിന്നും ഒന്ന് മാറി ചിന്തിച്ചു കഴിഞ്ഞാൽ പുതിയൊരു വിഷനിലൂടെ, പുതിയൊരു കാഴ്ചയിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. പുതിയൊരു ചിന്തയിലൂടെ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ കാര്യം, നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ പുതിയൊരു വീക്ഷണത്തിലൂടെ പോകാം. കാരണം ഇവിടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായെങ്കിൽ ബാലൻസ് ചെയ്ത കാര്യത്തോട് നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് പോകാൻ ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ് എങ്കിൽ അതിനുവേണ്ടി മറ്റൊരു വഴി നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ 4 ഓഫ് വൺസ് വന്നിരിക്കുന്നു. അവിടെ സക്സസ് ആണ്. കണ്ടല്ലേ? 4 ഓഫ് വൺസ് എന്ന് പറയുമ്പോൾ എന്താണ്? നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്റ്റെബിലിറ്റി വരാൻ പോവുകയാണ്. 4 എന്നുള്ള നമ്പർ തന്നെ സ്റ്റെബിലിറ്റിയെ തരുന്നതാണ്. നിങ്ങളിപ്പോൾ 444, 444 ഒക്കെ കാണുന്ന ആൾക്കാരായിരിക്കാം ചിലപ്പോൾ. അവിടെ നിങ്ങൾക്ക് സ്റ്റെബിലിറ്റിയാണ് വരാൻ പോകുന്നത് എന്ന് കാണുന്നു. കാരണം ഏഞ്ചലിൻ്റെ ബ്ലെസ്സിങ്സ്, ഡിവൈൻ ബ്ലെസ്സിങ്സ് ഒക്കെ നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ഒരു സമയമായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. കണ്ടില്ലേ? ഇവിടെ ഏത് കാര്യത്തിന് സ്റ്റെബിലിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു ജോലിയുണ്ട്, നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാം. നിങ്ങളിപ്പോൾ ചിലപ്പോൾ ഒരു പുതിയ വീടിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ പുതിയ വാഹനത്തിന് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാം, അല്ല എങ്കിൽ വിവാഹം കഴിഞ്ഞു കുഞ്ഞുങ്ങളില്ലാതിരുന്ന ഒരു സമയം, കുട്ടികൾക്ക് വേണ്ടി നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടാവാം. അപ്പോൾ കുട്ടികളുടെ ജനനം, ഇതൊക്കെ നിങ്ങൾക്ക് വളരെയധികം സന്തോഷം തരുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരുന്നതാണ് ഇതൊക്കെ. അപ്പോൾ അത്തരത്തിലുള്ളൊരവസ്ഥയിലേക്ക് പലർക്കും നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. 4. അപ്പോൾ 44, 444 സ്ഥിരം കാണുന്നവർക്ക് ഒരു സ്റ്റെബിലിറ്റി വരാൻ പോകുന്ന, ഒരു അടിസ്ഥാനം വരാൻ പോകുന്ന ലൈഫിന് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ സക്സസ് ആണ് പിന്നീട് വന്നിരിക്കുന്നത്. കണ്ടില്ലേ? ഇവിടെ ഈ സക്സസ് എന്തിനു വേണ്ടിയുള്ള സക്സസ് ആണ്? അപ്പോൾ നിങ്ങളുടെ സ്റ്റെബിലിറ്റി വരുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും സക്സസ് അല്ലേ? അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിനൊരു അടിസ്ഥാനം വരുന്നു, അല്ലെങ്കിൽ ജീവിതത്തിനൊരു ഭദ്രത വരുന്നു എന്ന് പറയുമ്പോൾ അത് സാമ്പത്തികപരമായും ഭൗതികപരമായും പിന്നെ സ്പിരിച്വലി ആയാലും, അത് ആത്മീയപരമായാലും, സാമ്പത്തികത്തിലായാലും ആത്മീയപരമായും നിങ്ങൾക്ക് അടിസ്ഥാനം കിട്ടുന്നു, നിങ്ങളുടെ ജീവിതത്തിനോട് ഒരു അടിത്തറ പാകിയിടാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതേത് കാര്യത്തിലായാലും നിങ്ങൾക്ക് വീട്, വാഹനം, വിവാഹം, ജോലി ഒക്കെയും, കുഞ്ഞിൻ്റെ ജനനം ഒക്കെയും വരുമ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിന് ഒരു ഭദ്രത കൈവരുന്നത്. അത്തരത്തിലുള്ള ആവശ്യങ്ങളല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു. ഈ ആവശ്യങ്ങൾ നിങ്ങളുടെ നിറവേറപ്പെടുന്നതായിട്ട് ഇവിടെ കാണുന്നു. കാരണം സക്സസ് ആണ് നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഒറക്കിൾ കാർഡ്സ് നോക്കാം. പേഷ്യൻസ്. കണ്ടല്ലേ? ഇവിടെ പേഷ്യൻസ് ആണ് കാണുന്നത്. കാരണം ഇവിടെ നിങ്ങൾ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യണം എന്നുള്ളതാണ്. പല കാര്യങ്ങളും നിങ്ങളിപ്പോൾ ഇവിടെ ആഗ്രഹിച്ചിട്ടുണ്ടല്ലോ, ശരിയല്ലേ? ജീവിതത്തിന് അടിസ്ഥാനം ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ 444, ഞാൻ പറഞ്ഞല്ലോ 44, 444 അല്ലെങ്കിൽ അങ്ങനെ പല 4 എന്നുള്ള സംഖ്യ സ്ഥിരം കാണുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനൊരു അടിത്തറ വരുന്നു, അല്ലെങ്കിൽ ഒരു ഫൗണ്ടേഷൻ വരുന്നു, അല്ലെങ്കിൽ അതിന് നിങ്ങൾക്കൊരു ഭദ്രത വരാൻ പോകുന്നു, സ്റ്റെബിലിറ്റി ലഭിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞല്ലോ. ഈ സ്റ്റെബിലിറ്റി ലഭിക്കാൻ പോകും, ഞാനിപ്പോൾ അത് പറഞ്ഞ ഉടനെ നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി ലഭിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഈ സംഖ്യകൾ കണ്ടാൽ ഉടനെ നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി ലഭിക്കണം എന്നില്ല. എന്ത് വേണം? അതിന് പേഷ്യൻസ് വേണം, കുറച്ചുകൂടി ക്ഷമയോടുകൂടി കാത്തിരിക്കണം. ഇവിടെയും 4 കണ്ടില്ലേ? ഇവിടെയും 4 തന്നെയാണ് വന്നിരിക്കുന്നത്. 14 എന്ന് പറയുന്ന നമ്പർ, ഇവിടെ ഈ 5 എന്നുള്ള നമ്പർ നിങ്ങൾക്കൊരു മാറ്റം കൊണ്ടുവരുന്നതാണ്. തീർച്ചയായിട്ടും ഈ 5 മാസങ്ങൾക്കകം, അല്ലെങ്കിൽ 5 ആഴ്ചകൾ, 5 മാസങ്ങൾ അകം നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള സംഖ്യ തുടർച്ചയായി കണ്ടുവരികയാണെങ്കിൽ തീർച്ചയായും പേഷ്യൻ്റോടുകൂടിയിരിക്കുക, ക്ഷമയോടുകൂടിയിരിക്കുക, വെയിറ്റ് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഈ സക്സസ് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. അത് നിങ്ങളുടെ ലൈഫിലേക്ക് തീർച്ചയായിട്ടും വന്നു ചേരുന്നതാണ് എന്ന് തന്നെ പറയാം. ഇവിടെ ക്രൗൺ ചക്രയുടെ ആക്ടിവേഷനാണ്.
ക്രൗൺ ചക്രയുടെ ആക്ടിവേഷൻ എന്ന് പറയുമ്പോൾ 7 ചക്രാസിൽ 7 വരുന്നതാണ്, 7ാമത്തെ നമ്പറായി വരുന്നതാണ് ക്രൗൺ ചക്ര എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ശിരസിൻ്റെ ഏറ്റവും മുകളിലായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു ചക്രയുടെ ആക്ടിവേഷൻ കൊണ്ട് നിങ്ങൾക്ക് പ്രപഞ്ചത്തിൻ്റെ സത്യങ്ങൾ അറിയാൻ സാധിക്കുന്നു, പ്രപഞ്ച കാര്യങ്ങൾ അറിയാൻ. പിന്നെ എന്താ വേണ്ടത്? നിങ്ങൾക്ക് ഉൾവിളികളുണ്ടാകുന്നു, പ്രപഞ്ചത്തിലെ കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നു, സത്യാവസ്ഥകൾ. പല ആൾക്കാരും നിങ്ങളിലേക്ക് സംസാരിക്കാൻ വരുമ്പോൾ ഇവർ നല്ലതാണോ ഇവർ മോശമാണോ, ഇവരെന്താണ് സംസാരിക്കുന്നത്, ഇവരുടെ ചിരി, ഇവർ നിങ്ങളെ നോക്കി ചിരിക്കുമ്പോൾ എന്താണ് ആ ചിരിയുടെ അർത്ഥം എന്താണ്, ഇവർ മുൻപല്ലുകൊണ്ട് ചിരിക്കുകയാണോ അണപ്പല്ലുകൊണ്ട് ഞറമുകയാണോ, അങ്ങനെയൊക്കെയുള്ള ചില സ്വഭാവങ്ങളുണ്ടല്ലോ പലർക്കും. അപ്പോൾ അങ്ങനെയുള്ള മാസ്ക് ധരിച്ചിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആ ഒരു നെഗറ്റീവ് എനർജി നിങ്ങളെ ചിലപ്പോൾ നിങ്ങളുടെ ചില പെരുമാറ്റ രീതികൾ അല്ലെങ്കിൽ നിങ്ങളുടെ സമൃദ്ധി നിറഞ്ഞ ജീവിതം കണ്ടിട്ട് അസൂയപ്പെടുന്ന ആൾക്കാരും ഉണ്ടാകാം. അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു എനർജി ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളെ കാണുമ്പോൾ അവർക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു എനർജി എങ്ങനെയുള്ളതാണ്? നെഗറ്റീവ് എനർജി ആണോ നിങ്ങളിലേക്ക് പാസ് ചെയ്യുന്നത്, പോസിറ്റീവ് എനർജി ആണോ, ഇവൻ യഥാർത്ഥത്തിൽ റിയൽ ആണോ, ഇയാൾ ഫേക്കാണോ എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള കഴിവ് ലഭിക്കുന്നു ഇവിടെ ക്രൗൺ ചക്രയുടെ ആക്ടിവേഷൻ കൊണ്ട്. തീർച്ചയായിട്ടും ഇവിടെ പലർക്കും പല കാര്യങ്ങൾ ഇവിടെ തിരിച്ചറിയാനുള്ള സാധ്യത വരുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് സ്പിരിച്വലി കണക്റ്റ് ആവാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ പിന്നീട് വരുന്ന എന്താണ്? മൂവിങ് ഓൺ ആണ്. കണ്ടില്ലേ? അപ്പോൾ അത്തരത്തിലുള്ള ഒരു എനർജി വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്നും സ്ഥലം കാലിയാക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുന്നു. കാരണം നിങ്ങൾക്ക് മുന്നോട്ട് നടന്ന് നീങ്ങാൻ സാധിക്കുന്നു. എന്തെങ്കിലും എക്സ്ക്യൂസ് പറഞ്ഞിട്ട് എനിക്കത് ഇപ്പോൾ ഇത്തിരി തിരക്കുണ്ട്, ഞാൻ അവിടെ വരെ ഒന്ന് പോയിട്ട് വരട്ടെ, അല്ലെങ്കിൽ ഞാൻ ഒരു വഴി വരെ പോകാൻ ഒരുങ്ങുകയായിരുന്നു, അല്ലെങ്കിൽ എനിക്കിന്നൊരു എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾക്ക് അവരുടെ മുമ്പിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ സാധിക്കുന്നു. അല്ല എങ്കിൽ നിങ്ങളോടൊപ്പമുള്ള നെഗറ്റീവ് എനർജിയിൽ നിന്നും നിങ്ങൾക്ക് മുന്നോട്ട് നടക്കാൻ സാധിക്കുന്നു, മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മൂവിങ് ഓൺ ആണ്. പിന്നെ പേഷ്യൻസ് ആൻഡ് പ്ലാനിങ്, ഇത്തരത്തിലുള്ള കഴിവ് വരുമ്പോൾ 7 എന്നുള്ള നമ്പർ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് കാണുന്നു. 4 എന്നുള്ള നമ്പറിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ 4 ആഴ്ചകൾ അല്ലെങ്കിൽ 7 ആഴ്ചകൾ, 7 മന്ത്സ് ഇതിനകം നിങ്ങളുടെ പല കാര്യങ്ങളും സാധിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. പേഷ്യൻസ് ആൻഡ് പ്ലാനിങ് ആണ്. കണ്ടില്ലേ? ഇവിടെ ആദ്യം തന്നെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് പേഷ്യൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ പേര് സെലക്ട് ചെയ്തിരിക്കുന്നവർക്ക് ഒരുപാട് ക്ഷമ, എല്ലാവർക്കും വേണ്ടതാണ്, പൊതുവേ എല്ലാവർക്കും വേണ്ട ഒരു കാര്യമാണ് ക്ഷമ എന്ന് പറയുന്നത്. ധൃതി പിടിച്ച് ഒന്നിൻ്റെയും പുറകെ പോയാൽ അതൊന്നും സാധിക്കുകയില്ല എന്നെപ്പോഴും ഞാൻ പറയാറുണ്ടല്ലോ. ഒന്നിനും ചേസ് ചെയ്യാൻ പാടില്ല, എല്ലാം ലെറ്റ് ഗോ ചെയ്യുക, അത് നിങ്ങളിലേക്ക് വന്നുകൊള്ളൂ. നിങ്ങൾക്ക് വരാനുണ്ടെങ്കിൽ, അർഹതയുണ്ടെങ്കിൽ, നിങ്ങൾക്കത് വരാനുള്ളതാണെങ്കിൽ, ഞാൻ പറയാറില്ലേ നമ്മൾ പലപ്പോഴും എനിക്കത് കിട്ടാനുണ്ടെങ്കിൽ അത് കിട്ടിക്കോളും എന്ന് പറയില്ലേ, എന്ന് പറഞ്ഞതുപോലെയാണ്. അർഹതയുണ്ടെങ്കിൽ തീർച്ചയായും അത് നിങ്ങളിലേക്ക് വന്നു ചേരും. ഒരു റീഡിങ് കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കണം ഇതെല്ലാം എനിക്ക് വരും, ഇല്ല, എങ്ങനെ വരാനാണ്? നിങ്ങൾക്കതിന് അർഹതയുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. നിങ്ങൾ വെറുതെ സ്വപ്നം കണ്ടിട്ട് ഒന്നും നടക്കില്ല എന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട്, നിങ്ങളതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടോ എങ്കിലത് നിങ്ങളിലേക്ക് വരും, യാതൊരു സംശയവും വേണ്ട. അപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യണം, അർഹത വേണം, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ഇവിടെ പേഷ്യൻസ്, ക്ഷമ വേണം. കണ്ട് പേഷ്യൻസ് ആൻഡ് പ്ലാനിങ്, പലരും ഇവിടെ ക്ഷമയോടുകൂടി പല കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നതായിട്ട് കാണും. ചിലപ്പോൾ പഠിക്കാനുള്ള കോഴ്സായിരിക്കാം, എന്തിനെങ്കിലും അഡ്മിഷൻ വേണം, അല്ലെങ്കിൽ എന്തെങ്കിലും ജോലിക്ക് വേണ്ടിയാവാം, എന്തെങ്കിലും ടെസ്റ്റ് എഴുതാൻ വേണ്ടിയായിരിക്കാം. അതിനൊക്കെ നിങ്ങൾ ക്ഷമയോടുകൂടി പ്ലാൻ ചെയ്യുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിലൂടെ നല്ല ഒരു സക്സസ് ആണ് ലഭിക്കാൻ പോകുന്നത്. കണ്ടില്ലേ? അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് റെക്കഗ്നിഷൻ ആൻഡ് റിവാർഡ്, നിങ്ങളെ തിരിച്ചറിഞ്ഞ് നിങ്ങൾക്ക് റിവാർഡ് ലഭിക്കും. നിങ്ങൾക്ക് ഇതുവരെയും അർഹതപ്പെട്ട കാര്യങ്ങളൊന്നും നിങ്ങളിലേക്ക് വന്നു ചേർന്നിട്ട് ഉണ്ടാവില്ല. പക്ഷേ ഇനി നിങ്ങൾക്ക് ഈ ഒരു മാസം ചിലപ്പോൾ പലർക്കും അർഹതയ്ക്കുള്ള അംഗീകാരം നിങ്ങളെ തേടിയെത്തുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ ചില എക്സാമൊക്കെ എഴുതിയിരിക്കുന്നവർക്ക് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണോ, അല്ലെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി നല്ലപോലെ പരിശ്രമിച്ചിട്ടുണ്ടോ, നിങ്ങൾക്ക് വന്നു തീർച്ചയായിട്ടും അത് നിങ്ങളിലേക്ക് വന്നു ചേരും. നിങ്ങളുടെ കഴിവിനെ മനസ്സിലാക്കി എന്തെങ്കിലും നല്ല ഒരു ജോലി, ചിലപ്പോൾ പ്രോജക്റ്റൊക്കെ സമർപ്പിച്ചിട്ട് നിങ്ങൾ നോക്കിയിരിക്കുകയാണോ, അപ്പോൾ അതിനുള്ള ഒരു റിവാർഡ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു. പ്രശസ്തി പത്രം, പുരസ്കാരങ്ങൾ, അങ്ങനെയൊക്കെയുള്ള സമ്മാനങ്ങൾ ഒക്കെ നിങ്ങളിലേക്ക് നിങ്ങളുടെ കരിയർ സംബന്ധമായ കാര്യങ്ങളിലും ഒക്കെ ലഭിക്കാൻ പോകുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ മിറക്കിൾസാണ്. കണ്ടില്ലേ? ജീവിതത്തിൽ പല മിറക്കിൾസും സംഭവിക്കാൻ പോകുന്നുണ്ട് നിങ്ങൾക്ക്. ഉടനടി ഇന്നോ നാളെയോ അതിശയം വരും, അല്ലെങ്കിൽ മിറക്കിൾ സംഭവിക്കും എന്നുള്ളതല്ല. ക്രമേണ, അപ്പം ഞാനിപ്പോൾ ഒരു കാലാവധി പറഞ്ഞല്ലോ, അപ്പോൾ അത്രയും കാലത്തിനകം നിങ്ങൾക്ക്
അത്രയും മാസങ്ങൾക്കകം നിങ്ങൾക്ക് പല കാര്യങ്ങളിലും നിങ്ങളെ അതിശയിപ്പിക്കുന്ന വിധം പല സംഭവങ്ങളും ഉണ്ടാവാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത്. അതുവഴി നിങ്ങൾക്ക് അഡ്വഞ്ചേഴ്സാണ്. കണ്ടില്ലേ, ഇവിടെ ഭയങ്കര മഴ, കോരിച്ചെരിയുന്ന മഴയത്തും നിങ്ങളെ രക്ഷിക്കാൻ ദൈവത്തിൻ്റെ കരങ്ങൾ വരും. നിങ്ങൾക്കവിടെ നിന്നല്ല ഏത് സാഹസികതയിലും നിങ്ങൾക്ക് രക്ഷ നേടാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപകടകരമായ പല കാര്യങ്ങളെയും ഒത്തിരി അപകട നിലയെയും നിങ്ങൾക്ക് തരണം ചെയ്ത് മുന്നോട്ട് നീങ്ങാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. കാരണം എന്താണ്, ഇവിടെ നിങ്ങൾ ഒരുപാട് ക്ഷമയുള്ളവരാണ്, ഒരുപാട് കാര്യങ്ങളിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ ആവാം, അതാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും വന്നു ചേരുന്നുണ്ട്, നിങ്ങളിലേക്ക് രക്ഷ വരുന്നുണ്ട് നിങ്ങൾക്ക്, അതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ മിറക്കിൾസ് സംഭവിക്കും നിങ്ങളുടെ ലൈഫിൽ. അതുപോലെ തന്നെ ട്രസ്റ്റ് ചെയ്യൂ. ഇനി ഇതെല്ലാം കേട്ടിട്ട് പിന്നെ വേറെ പണിയൊന്നുമില്ല, കിട്ടും എന്നൊക്കെ ഇങ്ങനെ നെഗറ്റീവായ ചിന്താഗതിയോടുകൂടി കേൾക്കരുത്. ഒരു റീഡിങ് കേൾക്കുമ്പോൾ നെഗറ്റീവായ ചിന്താഗതിയോടുകൂടി, നെഗറ്റീവ് മൈൻഡോടുകൂടി ഒരിക്കലും നിങ്ങൾ കേൾക്കാൻ പാടില്ല. നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കൂ, അത് മാത്രം തിങ്ക് ചെയ്യൂ. നിങ്ങൾക്ക് വരും ഇത്, അല്ലെങ്കിൽ എനിക്ക് ഒത്തിരി നാളുകൊണ്ട് പറയുന്ന അത് വരും ഇത് വരും, ഒന്നും വന്നില്ലല്ലോ. വരേണ്ട സമയത്തല്ലേ വരൂ. വരാനുള്ള സമയമായിട്ടില്ലായിരിക്കാം ചിലപ്പോൾ. എല്ലാത്തിനും ഒരു സമയമുണ്ട്. യൂണിവേഴ്സ് ഓരോ കാര്യങ്ങളും ഓരോരുത്തർക്കും വേണ്ടി നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട്. അതിനുള്ള സമയമാകുമ്പോൾ തീർച്ചയായും ലഭിക്കും. ട്രസ്റ്റ് ചെയ്യൂ. കണ്ടില്ലേ, യൂണിവേഴ്സിനെ വിശ്വസിക്കൂ. അങ്ങനെ വിശ്വസിച്ച് കഴിഞ്ഞാൽ മാത്രമേ, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, യൂണിവേഴ്സിനെ വിശ്വസിക്കുക, ലെറ്റ് ഗോ ചെയ്യുക. ഇതൊക്കെയാണ് അത്യാവശ്യകരമായി നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ ചെയ്യേണ്ടതായ അത്യാവശ്യം കാര്യങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ വരാനുള്ളത് നിങ്ങളിലേക്ക് വരും. വരാനുള്ള ജോലി ലഭിക്കും. സാമ്പത്തികം വരാനുണ്ടോ? ലഭിക്കും. ഏതെങ്കിലും നല്ല റിലേഷൻഷിപ്പിലേക്ക് പോകാൻ പറ്റുമോ? അങ്ങനെ വരും. ആ ബന്ധം വരും നിങ്ങളിലേക്ക്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ കാണുന്നത്. ട്രസ്റ്റ് ചെയ്യൂ, യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക. ദൈവത്തിലൊരു വിശ്വാസം വേണം. അതാണ് ഇവിടെ പറയുന്നത്. ദൈവികമായ എനർജി സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാവൂ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ പറ്റൂ. നിങ്ങളിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് എന്താണ്? റോസ് കോട്ട്സ് ആണ്. ഇവിടെ നിങ്ങളിലേക്ക് സ്നേഹം വരുന്നുണ്ട്. അപ്പോൾ ക്ഷമ അത്യാവശ്യമാണെന്നൊക്കെ പറഞ്ഞല്ലോ. വിട്ടുകളയേണ്ടതിനെ വിട്ടുകളയുക. വിശ്വാസം എല്ലാം ഉണ്ടെങ്കിൽ നിങ്ങളിലേക്ക് സ്നേഹം വരും. നിങ്ങൾക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനും സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് രണ്ടാമത്തെ പൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ, ഉപേക്ഷ വിചാരിക്കല്ലേ. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും